Namaskaram football fans, welcome back to Footballers Life. Eric Ten Hag കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. Is Eric Ten Hag at fault or is it the players? അതോ ഇഞ്ചുറീസ് ആണോ ഇപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്നുള്ളത്? ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇതേ ഡിസ്കഷൻ ഇപ്പോ പാരലലി നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ചെൽസി ഗ്രൂപ്പ്. സെയിം ഡിസ്കഷൻ, വി ഹാഡ് ദ സെയിം ഡിബേറ്റ്, വി ഹാഡ് ദ സെയിം ആർഗ്യുമെന്റ്സ്. മാറ്റമുള്ളൂ കഴിഞ്ഞ ഒരു 2-3 മത്സരങ്ങൾ, ആർസണൽ മത്സരം ഒഴിച്ചെടുത്ത് ഒരു 5 മത്സരം എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒപ്പീനിയൻ ഇപ്പൊ ഏകദേശം മാറി. അത് മാറി എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പേഴ്സിനെതിരെ പോച്ചറ്റിനോ എന്തുകൊണ്ടാന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ 14 ഇഞ്ചുറീസ് ഉണ്ടായിട്ടും ആ എൻറ്റയർ ബെഞ്ച് വെറും യങ്സ്റ്റേഴ്സ് ആയിട്ട് പോലും ഒന്നോ രണ്ടോ റെക്കഗ്നൈസ് പ്ലേയേഴ്സ്, റൈറ്റ് ബാക്ക് കളിച്ചിരിക്കുന്ന ഒരു 19-20 വയസ്സുകാരനായ ഗിൽക്രിസ്റ്റനെയും വെച്ചിട്ട് പുള്ളിക്കാരൻ ഒരു ട്രിക്ക് നടത്തി കുക്കുറേനെ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കൈസോഡോന്റെ കൂടെ ഡബിൾ പിവറ്റ് കളിപ്പിച്ചു. അതേ സാധനം പുള്ളിക്കാരൻ കഴിഞ്ഞ കളി വെസ്റ്റ് ഹാമിനെതിരെ ഇറക്കി. ടോപ്പ് 5 സ്റ്റാർ പെർഫോമൻസ്. അതായത് ഞങ്ങൾ തന്നെ ഇങ്ങനെ വണ്ടടിച്ചിരിക്കും, ഇത് എന്ത് സംഭവിച്ചു, ഇതൊക്കെ എവിടെയായിരുന്നു, ഇതൊക്കെ എവിടെയാണ് കാണിച്ചുണ്ടാക്കിയത് എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞാൻ അതിനെന്തിനാ പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പോച്ചറ്റിനോനെ പ്രശംസിക്കുകയോ അല്ലെങ്കിൽ എറിക് ടെൻ ഹാഗിനെ മോശം പറയുകയോ അല്ല ഞാൻ ചെയ്തത്. ഞാൻ പറയുന്ന ഒരു പോയിന്റ്, നമ്മളെല്ലാ ഫാൻസും പറയുന്ന പോയിന്റ് തന്നെയാണ്. ടാക്ടിക്കലി ഒരു ടീമിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീം സ്വാഭാവികമായിട്ടും ഒരു നല്ല ടീമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് കളി കാണുമ്പോൾ ഒരു രസമുണ്ടാവും. കളി തോക്കുകയാണെങ്കിൽ പോലും നമുക്ക് പറയാം അതിന് തോറ്റ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. കഴിഞ്ഞ 2 കളിയായിട്ട് ആസ് ചെൽസി ഫാൻസ് ഞങ്ങൾ സത്യം പറഞ്ഞ ഫുട്ബോൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇൻ കേസ് ഓഫ് യുണൈറ്റഡ് ആ ഒരു മാജിക് ട്രിക്ക് അല്ലെങ്കിൽ ഒരു റാബിറ്റ് ഔട്ട് ഓഫ് ദ ഹാറ്റ് ഇതുവരെ എറിക് ടെൻ ഹാഗിൽ നിന്ന് കാണാനുണ്ടായില്ല. അതുമാത്രമല്ല, ക്രിസ്റ്റൽ പാലസിനെതിരെ കാണിച്ചു വെച്ച പെർഫോമൻസ് വാസ് അട്ടർ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്റ്റൽ പാലസ് വെറുതെ തമാശക്കായിരുന്നു ചാൻസസ് ഉണ്ടാക്കിക്കൊടുന്നത്. ടു ദി എക്സ്റ്റെന്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏകദേശം വിട്ടു ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസസ് ആഫ്റ്റർ ചാൻസസ്. അഗൈൻ ക്രെഡിറ്റ് ടു ഗ്ലാസ്നർ, ക്രിസ്റ്റൽ പാലസിനെ ടീമിനെ സെറ്റ് ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഫാന്റാസ്റ്റിക്. എന്നാൽ തന്നെയും the number of shots United concede against a team is horrible. അത് സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ എവിഡന്റ് ആണ്. ഷോട്ട് ഓൺ ടാർഗറ്റ് എഗൻസ്റ്റ്, അതായത് തന്റെ ടീം നേരിടുന്ന ഷോട്ട്സിലെ 5th ഹയസ്റ്റ് ഇൻ ദ ലീഗ് ആണ് ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 4th or 5th ഹയസ്റ്റ്. അത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് പ്ലേയേഴ്സ്, ഇറ്റ് ഹാസ് ടു ബിക്കം ഓഫ് ടാക്ടിക്സ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെൽസിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 കളികളായിട്ട് ഞങ്ങൾ ക്ലീൻ ഷീറ്റ്സ് വെച്ചു. അതിന് മുമ്പ് വരെ നമ്മളൊരു ഗോൾ അടിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കും, അടുത്ത ആരാണ് മിസ്റ്റേക്ക് ചെയ്യാൻ പോണത്, അടുത്ത ആരാണ് ഗോൾ അടിക്കാൻ പോണെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു അറിയാം ഇത് കൊളാവുന്നുള്ളത്. കഴിഞ്ഞ 2 കളിയിൽ അത് മാറി. മുന്നോട്ട് അത് മാറാണ്ടിരിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇത് തലയ്ക്ക് എന്താ പിടിക്കാൻ പോണേന്ന് നമുക്ക് അറിയില്ല. പക്ഷെ സോ ഫാർ ഇറ്റ്സ് ബീൻ ഗുഡ്. അതുകൊണ്ടൊരു ചെറിയ സമാധാനം. എറിക് ടെൻ ഹാഗിന്റെ കേസിൽ അതല്ല, ദാറ്റ് ടേൺ അറൗണ്ട് ഇതുവരെ ഫാൻസോ കമ്മ്യൂണിറ്റിയോ ഒന്നും കാണാനുണ്ടായിട്ടില്ല. And that is shocking, and that is leading to disaster after disaster after disaster. Now കാസമിറോനെ എല്ലാവരും കുറ്റം പറയുന്നു, ഒനാനെ എല്ലാവരും കുറ്റം പറയുന്നു, എവൻസിനെ എല്ലാവരും കുറ്റം പറയുന്നു. ഇപ്പൊ മഗ്വയർ ഇല്ലാത്തതുകൊണ്ട് മഗ്വയർ ഏകദേശം രക്ഷപ്പെട്ടു. റാഷ്ഫോർഡ് കഴിഞ്ഞ കളി കളിക്കാറുണ്ട്, റാഷ്ഫോർഡ് ഏകദേശം കഴിഞ്ഞ കളി മിന്നാട്ടിക്കനോട്ട് രക്ഷപ്പെട്ടു. സോ എവറി പ്ലെയർ ഈസ് ബീങ് ക്രൂസിഫൈഡ്. യെസ്, പ്ലെയേഴ്സ് ആ ലെവൽ ഒരു ക്വാളിറ്റി അല്ലാന്ന് വേണമെങ്കിൽ പറയാം. മേ ബി യു ലുക്ക് അറ്റ് എ ടോപ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം, ഈ പ്ലെയേഴ്സ് ഒന്നും ഒരു പക്ഷെ ആ ടീമിൽ കളിച്ചു എന്ന് വരില്ല. 100% എഗ്രീഡ്. മേ ബി പ്ലെയർ ക്വാളിറ്റിയും കുറച്ച് മോശമായിരിക്കും, മേ ബി ഇഞ്ചുറീസ് ഓൾസോ ഹയർ. അതെല്ലാം ശരി തന്നെയാണെങ്കിൽ തന്നെയും ഒരു ടാക്ടിക്കലി അസ്റ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു കോച്ച് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്ട്രക്ചറൽ ചേഞ്ചസിൽ ഒരുപാട് മാറ്റങ്ങൾ വരാം. അതിൽ നിന്ന് പ്ലെയർ വീക്ക്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ചെൽസിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ തോമസ് ടൂക്കൽ ചെൽസി ടീമിനെ സെറ്റപ്പ് ചെയ്തപ്പോൾ വളരെ എവിഡന്റ് ആയിരുന്നു നമ്മുടെ അറ്റാക്ക് വാസ് വീക്ക്. ഇപ്പൊ നോക്കാൻ നേരത്ത് മിക്കേൽ ആർട്ടേറ്റ ടീം നോക്കിക്കഴിഞ്ഞാൽ വളരെ സെറ്റപ്പാണ്, അറ്റാക്കും ബ്രില്യന്റ് ആണ്. പക്ഷെ അവർക്കൊരു എന്താ പറയുക, സാക്ക ഒഴിച്ച് ഹാവേർട്സ് ഇപ്പൊ ചെറിയ ഫോം ആണെന്നുണ്ടെങ്കിൽ മാർട്ടിനെല്ലി അതുപോലെ ഗോൾ അടിക്കുന്നില്ല. ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് അവിടെ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം ഈവൻ മോർ ലീതൽ. സോ തന്റെ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്ത് അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ നമുക്ക് പ്ലേയേഴ്സിനെ കൊണ്ടുവരാം. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ഇവിടെ കിടക്കണം. ഇവിടെ നിന്ന് ഒരു ടാക്ടിക്കലി ആ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം, എന്നിട്ട് ആൾക്കാരെ തെളിയിപ്പിക്കണം, മച്ചാനെ ഇതുവരെ ഞാൻ ടാക്ടിക്സ് കൊണ്ടുവന്നു, ഇനി എനിക്ക് മുന്നോട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്ലേയേഴ്സ് വേണം. ആ ഗ്യാപ്പ് ഇപ്പൊ അഡ്രസ് ആവുന്നില്ല എന്നുള്ളത് വളരെ വളരെ എവിഡന്റ് ആണ്. ഇത് മുന്നോട്ട് ഇനിയും
പോയി കഴിഞ്ഞാൽ മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശുഭാപ്തി വിശ്വാസം. ഇപ്പൊ ചെൽസി ബോർഡ് അത് തന്നെയായിരുന്നു പോച്ചറ്റിനോന്റെ കേസിൽ, ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ മേലിൽ മുന്നോട്ട് കൊണ്ടുപോയി. കഴിഞ്ഞ 2 കളികളായിട്ട് എന്ത് പറ്റിയെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ല. അടിപൊളിയായിട്ട് ടാക്ടിക്കലി ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ടും അങ്ങനെ ആവുന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നു. ആർസണലിന്റെ മേലിൽ ആർട്ടറ്റ ഒരു സീസൺ 1-2 സീസൺ മുഴുവനും വിശ്വാസം നിലനിർത്തി. അതിന്റെ റിസൾട്ട് അദ്ദേഹം കൊണ്ടുവന്നു. ഇനി എറിക് ടെൻ ഹാഗ് ഒരു പക്ഷെ അങ്ങനെ കൊണ്ടുവരുമോ അറിയില്ല, അതിന് സമയം കൊടുക്കണോ അറിയില്ല. ബട്ട് ദിസ് ഈസ് എ മാസീവ് മൊമെന്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച്. ഇനി വരുന്ന കുറച്ച് മത്സരങ്ങളേ ഉള്ളൂ. ബട്ട് ദിസ് ഈസ് ഗോയിങ് ടു ബി ഹ്യൂജ്. Will Erik ten Hag be sacked? Do let me know, guys. Ningal thoughts in the comment section. Thank you so much for watching. Signing off, SK from Football is Life.